നമസ്കാരം. തേയിലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും കഥകളുമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. തേയിലയുടെ ഉത്ഭവവും അതിൻ്റെ പ്രചാരവുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ ഐതിഹ്യങ്ങളും കഥകളുമുണ്ട്. ചൈനയിലെ തേയിലയുടെ ഉത്ഭവകഥയുടെ നമുക്ക് നോക്കാം. ചൈനയിലെ ഒരു മഹാഗുരുവിന് ധ്യാനത്തിന് ഇരുന്നാൽ അപ്പോൾ തന്നെ ഉറക്കം വരുന്ന ഒരു ശീലമുണ്ടായി. അത് മാറുവാൻ അദ്ദേഹം പല വഴികളും പരീക്ഷിച്ചു നോക്കിയെങ്കിലും ഒന്നിലും വിജയിക്കാനായില്ല. അവസാനം ഉറക്കം വരാതിരിക്കാൻ അദ്ദേഹം ഒരു യജ്ഞം നടത്തുകയും അതിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കൺപോളകളെ അദ്ദേഹം മുറിച്ച് എറിഞ്ഞു കളയുകയും ചെയ്തു. ആ കൺപോളകൾ വീണ സ്ഥലത്തുണ്ടായ ചെടികളാണത്രേ തേയിലച്ചെടികൾ. അതുകൊണ്ടാണ് ചായ കുടിച്ചാൽ ഉറക്കം മാറുന്നത് എന്നാണ് ചൈനയിലുള്ള ഐതിഹ്യകഥ. ചൈനയിൽ തന്നെ ചായ ഉപയോഗിച്ചു തുടങ്ങിയ കഥ നോക്കാം. ചായ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് ചൈനയിലാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ദൈവിക കർഷകൻ എന്ന അർത്ഥമുള്ള ഷെനോങ് ആണ് ചൈനയിലെ കർഷകരുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹമാണ് തേയില ഒരു പാനീയമാക്കി ആദ്യം ഉപയോഗിച്ചതെന്നാണ് ചൈനയിലെ കഥ. ഐതിഹ്യമനുസരിച്ച് ഒരു ശരത്കാലത്ത് ഉച്ച കഴിഞ്ഞ് ഷെനോങ് തൻ്റെ അധ്വാനത്തിന് ശേഷം ഒരു തേയില മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ തീരുമാനിക്കുകയും കുറച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയും ചെയ്തു. വെള്ളം തിളപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ മരത്തിന്റെ മുകളിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ ചുട്ടുതിളയ്ക്കുന്ന വെള്ളത്തിന്റെ പാത്രത്തിലേക്ക് വീഴുകയും ആ ഇലയുടെ സ്വാദും ഗുണവും വെള്ളത്തിൽ കലരുകയും ചെയ്തു. ഷെനോങ് ആ വെള്ളം കുടിച്ചപ്പോൾ സ്വാദുള്ളതായും ഉന്മേഷം നൽകുന്നതായും മനസ്സിലാക്കി. ഷെനോങ്ങിന്റെ കണ്ടുപിടുത്തം മുതൽ തേയില പ്രചാരത്തിലായി. അങ്ങനെയാണ് തേയില ചായ ഉണ്ടാക്കുവാൻ ആരംഭിച്ചത് എന്നാണ് ചൈനക്കാർ പറയുന്നത്. ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തെ നോക്കാം. രാജസൂയം കഴിഞ്ഞ് ക്ഷീണിച്ചിരുന്ന പ്രയത്നക്കാർക്ക് ശ്രീകൃഷ്ണൻ പിറ്റേ ദിവസം ചൂടുവെള്ളത്തിൽ ചില ഇലകളിട്ട് തിളപ്പിച്ച് ഒരു പാനീയം കൊടുത്തതായും അധ്വാന ക്ഷീണം കൊണ്ട് തളർന്നിരുന്ന അവർ പെട്ടെന്ന് ഉണർന്ന് എഴുന്നേൽക്കുകയും പൂർവാധികം ഉന്മേഷത്താൽ ജോലി തുടരുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. കൃഷ്ണൻ പാനീയത്തിലിട്ട് നൽകിയ ഇലകൾ തേയിലച്ചെടികളുടേതാണ് എന്നാണ് ഐതിഹ്യം പറയുന്നത്. കൊളുക്കുമല തേയിലയുടെ കഥ നോക്കാം. വളരെ കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നായാട്ടിന് വന്ന ഒരു പാണ്ഡ്യ രാജാവ് നായാട്ടിനിടെ കാട്ടിൽ ഒറ്റപ്പെട്ട് വഴിയറിയാതെ 2-3 ദിവസം ആഹാരവും വെള്ളവുമില്ലാതെ കാട്ടിൽ ചുറ്റിക്കറങ്ങി നടന്ന് ഒടുവിൽ കൊളുക്കുമലയിൽ ഉള്ള ഒരു വനവാസി കുടിലെത്തി. വനവാസികൾ അദ്ദേഹത്തിന് കാട്ടിലെ ഒരു ചെടിയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളവും അഥവാ കട്ടൻ ചായയും നൂറോൻ കിഴങ്ങ് എന്ന വനവാസികളുടെ ഒരിനം കാച്ചിൽ വേവിച്ചതും നൽകി പരിചരിച്ചു. അദ്ദേഹത്തിന്റെ ക്ഷീണവും അവശതയും പെട്ടെന്ന് മാറി ഉന്മേഷവും പ്രസരിപ്പും ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് രാജാവ് പരിവാരങ്ങളെ കണ്ടുപിടിച്ച് കൊണ്ടുവരികയും രാജാവ് തിരിച്ചു പോവുകയും ചെയ്തു. പോകും മുമ്പ് വനവാസികൾ തനിക്ക് തന്ന വെള്ളം എന്താണെന്ന് അന്വേഷിക്കുകയും അതിനുപയോഗിച്ച സസ്യം കൃഷി ചെയ്യുവാനുള്ള അവകാശം അവർക്ക് നൽകുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇന്നും ഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ തേയില കൊളുക്കുമല തേയിലയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തേയിലയും ബുദ്ധമതത്തിലുള്ള കഥ നോക്കാം. ബൗദ്ധവിശ്വാസത്തിൽ അനേകം ബുദ്ധന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ആയുർവേദത്തിൽ ധന്വന്തരി എന്ന പോലെ ബൗദ്ധർ കണക്കാക്കുന്ന ബുദ്ധനാണ് വജ്രപാണി എന്ന് പറയുന്ന ബുദ്ധൻ. വജ്രപാണിയുടെ കയ്യിൽ ഔഷധങ്ങൾ നിറച്ച ഒരു ബൗളുണ്ട്. വജ്രവൈദ്യം പ്രാക്ടീസ് ചെയ്യുന്നവരും ഇതുപോലെ ഒരു ബൗൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ബൗളിന്റെ കൂടെ മരത്തിന്റെ ഒരു ദണ്ടുമുണ്ട്. ഈ ബൗളിന് ചുറ്റും ദണ്ട് ഓടിച്ചാൽ ബൗളിൽ നിന്നും ഓംകാര ശബ്ദം ഉണ്ടാകും എന്നാണ് അവരുടെ വിശ്വാസം. ഇതിന് ചാറ്റിംഗ് ബൗൾ എന്നാണ് പറയുന്നത്. സിംഗിങ് ബൗൾ എന്നും പറയാറുണ്ട്. ചാറ്റിംഗ് ബൗളിൽ തേയിലയിട്ട് പച്ചവെള്ളം ഒഴിച്ച് 1000-10,000 പ്രാവശ്യം ബൗളിന് ചുറ്റും ദണ്ട് ഓടിക്കുന്നു. അതിനുശേഷം ആ വെള്ളവും തേയിലയും കൂടി മറ്റൊരു പഞ്ചലോഹ പാത്രത്തിലാക്കി അടുപ്പിൽ വെച്ച് തിളപ്പിച്ചരിച്ചെടുത്ത ചായ വീണ്ടും ചാറ്റിംഗ് ബൗളിലാക്കി ആദ്യം എത്ര പ്രാവശ്യം ദണ്ടുകൊണ്ട് റൊട്ടേറ്റ് ചെയ്തോ അത്രയും പ്രാവശ്യം വീണ്ടും ദണ്ടുകൊണ്ട് റൊട്ടേറ്റ് ചെയ്തു. ഈ ചായ 60 മില്ലി മുതൽ 80 മില്ലി വരെ സേവിച്ചാൽ 5-6 മണിക്കൂർ സമയം ശരീരത്തിന് ലഘുത്വവും സുഖകരമായ ലഹരിയും ചിലർക്ക് മായാക്കാഴ്ചകളും അനുഭവപ്പെടുമത്രേ. പതിവായി ഇങ്ങനെ പൊട്ടൻസി വർദ്ധിപ്പിച്ച ചായ കുടിച്ചു കഴിഞ്ഞാൽ വാർദ്ധക്യത്തെ തടയുമെന്നും ബൗദ്ധർ വിശ്വസിക്കുന്നു. ഈ കഥകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.